Hello everyone, welcome to my channel. Welcome to our channel. 7 മാസം തൊട്ട് കുഞ്ഞ് ജോലിക്ക് വന്ന കഥയാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. ഓക്കെ, എൻ്റെ മോനിപ്പോൾ 9 മാസം പ്രായമുണ്ട്. അപ്പോൾ 7 മാസം തൊട്ട് ഞങ്ങൾ ഷോപ്പിൽ വരുന്നുണ്ട്. എൻ്റെ പ്രൊപ്രൈറ്റർഷിപ്പിലുള്ള ഷോപ്പാണ്. വിവാഹത്തിന് മുമ്പ് ഞാൻ തുടങ്ങിയാണ്. ഈ ഷോപ്പ് തുടങ്ങിയതിന് ശേഷമായിരുന്നു മാരേജ് എൻ്റെ പൊന്ന് ജനിച്ചത്. സോ 7 മാസം തന്നെ കുഞ്ഞായിട്ട് ഷോപ്പിൽ വരേണ്ടി വന്നു. ആ ജേണി എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ളൊരു ജേണിയാണ്. എങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഫുൾ ടൈം ഒന്നും വർക്ക് ചെയ്യാറില്ല. ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് വരുന്നതും പോകുന്നതും ഒക്കെ. ഞങ്ങളുടെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തുറന്ന് വരുമ്പോൾ ഒരു 10:30 മണി കഴിയും, അല്ലെങ്കിൽ ഒരു 11 മണിയാവും, ചില സമയം 12 മണിയാവും. പിന്നെ ഞങ്ങൾക്ക് വൈകിട്ടത്തെ ഫുഡ് 7 മണിക്ക് കഴിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ ഒരു 6:30, 7 ഒക്കെ ആകുമ്പോൾ പോകും. താമസിച്ച് പോകുന്ന ദിവസങ്ങളുണ്ട്. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഇവിടെ നിന്ന് ആപ്പിളോ പഴമോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടാണ് പോകണം. മീൻസ് ബേബിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. നല്ല കുത്തിരി ചോറും നല്ല പയറോ പരിപ്പോ ഒക്കെ കുഞ്ഞിന് കഴിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ്. എന്താ പറയുക, നമ്മൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഓൺട്രപ്രണറിനെ ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ കടിക്കല്ലേ, കുറേ പ്രോബ്ലംസ് നമ്മൾ നേരിടേണ്ടി വരും. എക്സ്പെഷ്യലി ഇപ്പം ഇവരിങ്ങനെ എല്ലാം കയ്യെത്തി പിടിക്കുന്ന ഇപ്പം ഇവനെല്ലാം കയ്യെത്തിപ്പിടിക്കുന്ന പ്രായതുകൊണ്ട് നമുക്കൊരു സാധനം അടുത്ത് വെക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, അപ്പം അവന് ഇൻട്രസ്റ്റഡ് ആകുന്ന സാധനങ്ങളെല്ലാം കയറി പിടിക്കും. ആ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ കുറച്ച് റോഡ് സൈഡ് ആയതുകൊണ്ട് കുറച്ച് പൊടിയുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു മാസം 230 രൂപ. അതാണ് പൊന്നിൻ്റെ ശമ്പളം ഒരു മാസം നമ്മുടെ ഷോപ്പിൽ നിൽക്കുന്നതിന്. അപ്പം വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ അവർ ഫസ്റ്റ് സാലറി. എനിക്ക് കിട്ടിയില്ലെങ്കിലും ഇവന് കിട്ടും. ഹാപ്പി ഹാപ്പി അല്ലേ? ഇല്ല, ഞങ്ങൾ ഹാപ്പിയാണ്. സേ ഹായ്, സേ ഹായ്. ഒരു സാധനം നമുക്ക് വെക്കാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും വലിച്ച് പറിച്ചെടുക്കലാണ് മെയിൻ തൊഴിൽ. പെട്ടു. കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഇവന്മാരിപ്പോൾ കൂടുതൽ സമയങ്ങൾ ഉറങ്ങുന്നൊരു ടൈമാണല്ലോ. അപ്പോൾ കുഞ്ഞിനെ കിടക്കാനുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ അത് കാണിച്ചു തരാം. ഷോപ്പിനകത്തായിട്ട് ചെറിയൊരു ബെഡ് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഫീഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ തന്നെ നടക്കും. ഇവിടെ ചെറിയൊരു ടേബിൾ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ലഗേജും സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇതിവൻ്റെ ഡയപ്പർ ബാഗാണ്. ഡയപ്പർ ബാഗൊക്കെ ഡയപ്പറും വെറ്റ് ടിഷ്യൂവും കൂടെ ഇതിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഫീഡിങ് ബോട്ടിലും ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഹായ് ഹായ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പേരൻറ്റിങ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് ടഫായിട്ടുള്ളൊരു ജോലിയാണല്ലോ. അപ്പോൾ അതിൽ ഇതും അങ്ങോട്ട് ചേർക്കുന്നു. ഇവിടെ ടച്ച് ചെയ്താൽ ഹാപ്പിയാവും. അതാ പോടാ കുറേക്കാരാ. ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ ശീല കേസായിട്ട് മോനെ എടുക്കുക. ഐ നോ ദിസ് ഈസ് സോ ഹാർഡ്, ബിക്കോസ് ഈ ഒരു ഏജിൽ വീട്ടിലിരുന്ന് സമാധാനത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴുള്ള ചലഞ്ചസ് ഐ നോ. അവനും എനിക്കുമൊക്കെ ബുദ്ധിമുട്ടാണ്, ഫീഡിങ് ആയാലും എല്ലാം ആയാലും. പക്ഷെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കുഞ്ഞ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഐ എം സോ ഹാപ്പി. ഇതൊക്കെ അപ്പോൾ ഒരു കാലത്ത് ഇവന് ഇതൊക്കെ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണിത് ഇങ്ങനെ എൻ്റെ ഈ ഒരു ടൈം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ ഫീൽ ഇമോഷണൽ റോളർ കോസ്റ്റർ. ജീവിതത്തിൽ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യട്ടെ. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.